പഠിക്കുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചോ? ഞാൻ പഠിച്ചില്ലെങ്കിലും ഡാഡിയുടെ അടുത്ത് പണമുണ്ട്. പഠിച്ചൊരു നിലയിലെത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞാൻ മൂലം നശിച്ചു. അവൾക്ക് ആവശ്യമില്ലാത്ത പഠിപ്പും പദവിയും എനിക്കിന് വേണ്ട. എന്നാൽ മോനൊരു കല്യാണം കഴിക്കും. നിന്റെ ഈ പ്രയാസമൊക്കെ മാറും. ഞങ്ങൾക്കും ഒരു ആശ്വാസമായിരിക്കും മോനെ. നമ്പാടൻ മാസ്റ്റർ മകളെ നമുക്കൊന്ന് ആലോചിക്കാം. നല്ല വിദ്യാഭ്യാസവും സൗന്ദര്യവുമുണ്ട്, വേണ്ടുവോളം സ്വത്തുമുണ്ട്. ഞാൻ വിവാഹം കഴിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പ്ലാമ്പറമ്പിൽ തോമസ് ജോർജിന്റെ മരുമകളായി വരുന്നത് നമ്പാടൻ മാസ്റ്റർ മകളായിരിക്കരുത്, എന്റെ സരിതയായിരിക്കും. കാരണം ഞാൻ മൂലം ജീവിതം നശിച്ചൊരു പെൺകുട്ടിയാണ്. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അയാളെ എനിക്കാവശ്യമില്ല. ഈ ജന്മം അയാളുടെ മുഖം കാണുകയും വേണ്ട. നിങ്ങളുടെ മോൻ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ തലകുനിക്കണം അല്ലേ? ഒരു പട്ടി എന്റെ കഴുത്തിൽ താലി കെട്ടണ്ട. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ജെയിംസ് എന്തിനാ ഈ നിലയിലൂടെ വന്നത്? പോകൂ പ്ലീസ്. സരിതയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഇല്ല ജെയിംസ്, നമുക്കൊരിക്കലും ഒന്നിക്കാൻ കഴിയില്ല. നമ്മുടെ രണ്ടുപേരുടെ ഹൃദയത്തിൽ മുറിവുകളുണ്ട്. ദയവ് ചെയ്ത് ജെയിംസ് ഇവിടുന്ന് പോകൂ. സരിതേ, എനിക്ക് തണ്ടി. ഇനി മേലിൽ നിന്നെ ഇവിടെങ്ങാനും കണ്ടാൽ അടിച്ചു നിന്ന് വെല്ലി ഞാൻ ഓടിക്കും. ഇവനല്ലേടി നിന്റെ കഥാനായകൻ. ഇവനെയൊക്കെ വെളി വെച്ചിട്ടാ മതി, ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ്ട കേട്ടോ. നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇതെല്ലാം അടച്ചുപൂട്ടി എങ്ങനെയാ ചന്ദ്ര വരുന്നത്? എന്നാൽ ആ ക്രിസ്ത്യാനി ചെറുക്കനെ കയറ്റി താമസിപ്പിച്ചോ. ഞാൻ അല്പം അഭിമാനമുള്ളവനാ. നാട്ടുകാരുടെ മുഖത്ത് നോക്കാനൊക്കാത്ത വിധത്തിൽ ഒന്ന് വരുത്തി വെക്കരുത്. ഞാൻ പറയുന്നതനുസരിച്ചാ നിങ്ങൾക്കാ നല്ലത്. പിന്നെ ഞാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുമെന്നും വേണ്ട. വരി, നമുക്ക് പോ. ഇവിടെ നിന്നും ഏത് വിധേനയും രക്ഷപ്പെടുക. അല്ലെങ്കിൽ ഒരുപക്ഷെ ജെയിംസിന്റെ മുമ്പിൽ തോൽവി സമ്മതിക്കേണ്ടി വരും. അയാൾ പശ്ചാത്തപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചേട്ടാ, ഞങ്ങളും വരാം. ഇവിടെ വന്നിങ്ങനെ എത്ര നാളാ ചുമ്മാതിരിക്കുന്നത്? സരിതയ്ക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണ്ടേ കുഞ്ഞെ? ശരി, ഞാൻ ശ്രമിക്കാം. അവളെവിടെ? അവിടെ കൂടെ പഠിച്ചൊരു കുട്ടി ഇവിടെ അടുത്തുണ്ട്. അവളെ കാണാനെന്നും പറഞ്ഞു പോയതാ. ഞങ്ങൾ ഇനി പോകുന്നില്ല. ചേട്ടൻ പോണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയുള്ള വീടോ? അവിടെയുള്ള വീട് വിറ്റിട്ട് ഇവിടെ വേറെ വാങ്ങാന്ന് പറഞ്ഞു. നീ ഇരിക്കെ, ഞാൻ പോയി കാപ്പിട്ടു. ശരി. തനിക്കെന്താ കണ്ണ് കണ്ടൂടെ? പെണ്ണുങ്ങളെ കണ്ട പോക്കൃത്തരം കാണിക്കുന്നു. ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. നിങ്ങളിവിടെ നിൽക്കുന്ന ഞാൻ കണ്ടില്ല. കണ്ടില്ല. കാണാതിരിക്കാൻ എന്താ കണ്ണ് പൊട്ടിപ്പോയോ? നിങ്ങൾ പറഞ്ഞതാണ് സത്യം. എന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ല. ചേട്ടാ, എന്താ ചേട്ടാ? രേഖ, എനിക്കൊരു തെറ്റ് പറ്റി. ഞാൻ അറിയാതെ
ഇവരുടെ ദേഹത്തൊന്ന് മുട്ടി. ഇതാരാ രേഖ? ഞാൻ പറയാറില്ലേ എന്റെ ഒരു കൂട്ടുകാരിയെ പറ്റി, സരിത. ആ, സരിത. ദൈവം എന്നെ ശിക്ഷിച്ചത് ഇങ്ങനെയായിപ്പോയി, എല്ലാവർക്കും വെറുക്കാൻ വേണ്ടി. 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 ആരാ? സരിതയാണോ? എങ്ങനെ മനസ്സിലായി? രേഖയുടെ കാലിൽ പാദസരമുണ്ട്. അമ്മയാണെങ്കിൽ അമ്മാവന്റെ വീട്ടിൽ പോയിരിക്കുക. രേഖ എവിടെ? അവള് അടുത്ത വീട്ടിലെ മിനിക്കുട്ടിക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പോയിരിക്കുക. വിളിക്കണോ? വേണ്ട, കുറച്ചു കഴിഞ്ഞ വരില്ലേ? സരിത നിൽക്കുകയാണോ? ഇരിക്കൂ. സാരമില്ല. സരിതയെ പറ്റിയെല്ലാം രേഖ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? ചേട്ടൻ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വെറുതെ വീട്ടിലിരുന്ന മുഷു തോന്നൂല്ലേ? അല്ലാതെ എന്ത് ചെയ്യാന്? എന്റെ അനുഭവം കൊണ്ട് ചോദിച്ചതാ. ബാലേട്ടൻ വീണ വായിക്കുമല്ലേ? കുറേശ്ശെ. പാട്ട് പാടുവോ? ചെറുതായിട്ടൊന്ന് മൂളും. അത് കള്ളം. ബാലേട്ടൻ നന്നായി പാടുമെന്ന് രേഖ പറഞ്ഞല്ലോ. ഞാൻ പാടിയിട്ട് ആര് കേൾക്കാനാ? ഞാൻ കേൾക്കാം. ഉം? ഇന്ന് വേണ്ട, ഇനി ഒരിക്കലാകട്ടെ. സരിത എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് മിനിക്കുട്ടിയുടെ ട്യൂഷൻ കഴിഞ്ഞോ? അതിനുള്ളിൽ മിനിയുടെ അച്ഛൻ ഒരു കഥപുസ്തകം കൊണ്ടുവന്നു. ഇത് ബാലമാവന് വായിച്ച് കേൾപ്പിച്ചിട്ട് ഇനി ട്യൂഷൻ മതി എന്ന് പറഞ്ഞ ഒരൊറ്റ ഓട്ടം. ഇതാരാ ബാലമാമ ഈ പുതിയ ചേച്ചി? നിന്നെപ്പോലൊരു കൂട്ടുകാരി. അയ്യേ ബാലമാമ ഒരു മണക്കൂസാ. ഈ ചേച്ചി മിനിക്കുട്ടിയെ പോലെയല്ല, വലുതാ. ആഹാ. മിനിക്കുട്ടിയെ പോലെ ബാലമാമ മടിയിലിരുത്തു. ചേച്ചി നമുക്ക് കഥ വായിക്കാം. ചേച്ചിക്ക് പോവാൻ സമയമായി. മോളും മാമയും കൂടെ വായിച്ചോ. രേഖ നീ വീട്ടിലേക്ക് വരുന്നോ? ഞാൻ പിന്നെ വരാം. ശരി ബാലേട്ടൻ, ഞാൻ പോട്ടെ. ആ. വരട്ടെ. മമ്മി കേട്ടുള്ളൂ, ഒരു കുറുക്കനെ ഉടുപ്പിടിച്ച കോഴിയുടെ കഥ. ആ, ആ, ആ. ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവിലാണോ താൻ ബാലേട്ടനെ കണ്ടുമുട്ടിയത്? തന്റെ വിവാഹത്തെപ്പറ്റി ചേട്ടനും ചേച്ചിയും അമ്മയുമെല്ലാം അടിക്കടി ഓർമ്മപ്പെടുത്തുന്നു. എവിടെയും മനസ്സിൽ നിന്നെത്താത്തതുകൊണ്ട് പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ്. ബാലേട്ടനുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തെല്ലാമോ അറിയാതൊരു ആത്മബന്ധം ഹൃദയത്തിൽ വളരുന്നത് പോലെ തോന്നുന്നു. ആ കണ്ണുകളിൽ കാണുന്ന നിഷ്കളങ്ക ഭാവം തന്റെ ഹൃദയതന്ത്രികളിൽ പുതിയ സ്വരങ്ങൾ മീട്ടുന്നില്ലേ? കണ്ണുകളിൽ ഇരുട്ട് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഹൃദയം നിറയെ സ്നേഹമല്ലേ? ഇന്ന് തനിക്ക് കിട്ടാതിരിക്കുന്നതും അതല്ലേ? ഒരുപക്ഷെ ബാലേട്ടന്റെ മനസ്സിൽ തനിക്ക് കടന്നുകൂടാൻ കഴിഞ്ഞിരിക്കുമോ? തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആരോ